രാഹുലിനെ കൊലയ്ക്ക് കൊടുത്ത ഈ പന്നനെ പറവൂരിൽ തോൽപ്പിക്കണം. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. രാഹുൽ ഒരു ഹാർട്ട് സിംബൽ അയച്ചപ്പോൾ അസ്വസ്ഥയായി പോയി എന്ന് പറയുന്ന ആ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങകൾ ഇഷ്ടപ്പെടുന്ന റെനി ആൻഡ് ജോർജിനെ കാണുക. ഇവിടെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. ചെറിയ മാങ്ങകളുണ്ട്, വലിയ മാങ്ങകളുണ്ട്, എല്ലാം ഇഷ്ടമാണ്. അതുപോലെ അവർ ആ പരവൂരിലെ മ്യാമനുമൊത്ത് കേക്ക് മുറിക്കുന്നതും കാണുക. ഇത്രയും അടുപ്പമുള്ള ഈ പറവൂർ മ്യാമൻ എന്തിനാണ് ഇവരെ വെച്ച് രാഹുലിന് 8ന്റെ പണി കൊടുത്തത്? കൊള്ളാവുന്ന ആൺപിള്ളേരെല്ലാം ഇല്ലാതായാൽ തനിക്ക് മറ്റൊരു പിണറായി വിജയനായി പാർട്ടിയിൽ മാറാം എന്ന വ്യാമോഹമാകാം വി ഡി സതീശനെ ബീഡിക്കുറ്റി ഇളുത്തി വലിച്ച ശേഷം കുപ്പയിൽ വലിച്ചെറിയുന്നത് പോലെ രാഹുലിനെ വലിച്ചെറിയുവാൻ പ്രേരിപ്പിച്ചത്. പറവൂരുകാരെ, ഈ കുഴിപ്പുളവൻ പറവൂർ മ്യാമനെ നിങ്ങൾ പറവൂരിൽ ഇതിന് പകരമായി തോൽപ്പിക്കുക. രാഹുലിനെ ക്രൂശിക്കുവാൻ പ്രതിയോഗികൾക്ക് എറിഞ്ഞുകൊടുത്ത സംഭവത്തിൽ ജനങ്ങളുടെ ആ പ്രതികരണങ്ങൾ കേൾക്കുക. ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കുവാനുള്ളവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അത് ഞങ്ങൾ നൽകുന്നതുമാണ്. ഇനി ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. എന്റെ പേര് സരള. ഞാൻ വിളിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. റിട്ടയർഡ് ടീച്ചർ അമ്മയാണ്. 72 വയസ്സായി. ഞാൻ ഇപ്പൊ താമസിക്കുന്ന എന്റെ മോളെ കൂടെ പൂനെയിലാണ്. നല്ല ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് ചെയ്തു. അത് അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതാ കേട്ടാ. എനിക്ക് കമന്റ് ഇടാനോ ലൈക്ക് ഇടാനോ ഒന്നും അത്ര വശമില്ല. എല്ലാ വാർത്തയും എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്, വളരെയധികം ഞാൻ ഉൾക്കൊള്ളലുണ്ട്. പക്ഷെ ഇന്നത്തത് എനിക്ക് വിളിച്ച് അഭിനന്ദിക്കാൻ തോന്നുന്ന തരത്തിലായി ആ ഷോൺ ജോർജിന്റെ കാര്യം. കാരണം ഏതൊരു പാർട്ടിക്കും സ്വസ്ഥത കൊടുക്കാണ്ട് ഭരിക്കാൻ അനുവദിക്കാത്ത ആളാണ് പി സി ജോർജ്. അവസാനം ആത്മരക്ഷക്ക് പോയതാണ് ആ കെട്ട പാർട്ടിന്റെ കൂടെ. എന്നിട്ട് പിന്നെ എല്ലാവർക്കും കുറ്റം. ആ ഷോൺ ജോർജിന്റെ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ജഗദീന്റെ മോളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ ലൈനും എനിക്ക് പറയാൻ കഴിയുന്നില്ല, അത്രക്കും നന്നായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റൂല. അയാളെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അയാള് അങ്ങനെ ഒരു വ്യക്തിയാവാൻ സാധ്യതയില്ല. കോൺഗ്രസിനകത്തുള്ളവര് അയാളെ കുറച്ച് കാണിക്കാൻ ശ്രമിക്കലുണ്ട്, ആദ്യമേ ശ്രമിക്കലുണ്ട്. ഇതിന്റെ പിന്നിൽ ഈ കോൺഗ്രസ്സുകാരന്മാരാണ് തന്നെ ടീച്ചർ വിശ്വസിക്കുന്നു. എന്റെ അഭിപ്രായം അതാണ്. ഡിവൈഎഫ്ഐക്കാർക്കോ BJPക്കാർക്കോ ഇപ്പൊ അതിന്റെ മനോനില ആയിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അവർ ആ മനോനിലയിലല്ല. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഇവൻ വളർന്നു വരുന്നതിൽ അതൃപ്തി ഉണ്ട്. മൂത്ത കോൺഗ്രസ്സുകാരന്മാരാണ് ഇതിന്റെ പിന്നിൽ. അതെ, ചെറുപ്പക്കാര് പ്രായമുള്ളവരല്ല. അത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്റെ കൂടെ എന്റെ സീനിയറായി ബ്രണ്ണൻ കോളേജിൽ പഠിച്ചതാ കെ സുധാകരൻ. ആ സുധാകരന്റെ അടുത്ത് ഞാൻ വേറൊരു വിവരം അന്വേഷിക്കാൻ വർഷങ്ങൾക്ക് ഒരു 5-8 വർഷം മുമ്പേ പോയിരുന്നു, ഞാനും എന്റെ ഭർത്താവും കൂടി. അപ്പൊ ഞാനിങ്ങനെ കോൺഗ്രസിന് ഇങ്ങനെ വെറുതെ നമ്മൾ പണ്ട് KSCയിലൊക്കെ ഒന്നിച്ച് ഉണ്ടായതാണ്. അപ്പൊ പറഞ്ഞു ഞാൻ തോറ്റത് കോൺഗ്രസ്സുകാരുടെ അടുത്താ സാറല്ലേ, കമ്മ്യൂണിസ്റ്റുകാർക്ക് എനിക്കൊരു വിഷയമല്ല, അന്ന് BJP ഇല്ല, കാര്യമായിട്ട് വിഷയമില്ല എന്ന്. അത് ഇന്നും വാസ്തവത്തിൽ കോൺഗ്രസിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കളിക്കുന്നുണ്ടല്ലേ ഈ മൊബൈൽ വഴിയിലെ അവൻ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. മൊബൈല് നല്ലതിനും ചീത്തതിനും പറ്റുന്നതാ. പക്ഷെ ഇതിന്റെ ടെക്നോളജി എന്താണെന്ന് ഗാഢമായി ശ്രദ്ധിക്കുന്നതൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയ, ഞാൻ എന്നും ഏത് ക്ലിപ്പിങ്ങും രാത്രി എന്താ പറയുക നേരെ ഇരുട്ടുള്ള ഷാജൻ സക്കറിയന്റെ കാണാറുണ്ടായിരുന്നു, സത്യസന്ധമാണ്. പക്ഷേ ഈ ഒരാഴ്ച ഞാൻ കാണലില്ല. കാരണം പ്രകമ്പനം കൊള്ളിച്ച ഒരു ഇഷ്യൂ ഇലക്ട്രൽ റോളിൽ നടത്തിയത് ഇലക്ഷൻ കമ്മീഷണറെ പ്രശ്നം വന്നപ്പം മിണ്ടാതിരുന്നൊരു ചാനലാണ് അത്. പക്ഷേ ഇപ്പൊ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി അവര് മൂത്ത വർഗീയവാദികളാണ്. ക്രിസ്ത്യൻ ആണെങ്കിലും അയാളെ കേസൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ BJPക്കൊപ്പം നിന്നതാ, പിണറായിയിൽ നിന്ന് രക്ഷപ്പെടാൻ. അയാളെ അടിച്ചു തകർത്തിട്ടൊക്കെ കൊണ്ടുവരിക്കുന്നു പണ്ട് പിണറായിന്റെ കാലത്ത്. മറ്റേ ലാവലിൻ കേസിന്റെ പ്രശ്നത്തിന്റെ രേഖകളൊക്കെ. ഇത് പറയാനല്ല, ആ വീഡിയോ ഗംഭീരം. ഇത്ര ധൈര്യമായിട്ട് ഷോൺ ജോർജിനെ പറ്റി ഞാൻ ഒരു വീഡിയോ കണ്ടില്ല. എന്നാലും എന്റെ മനസ്സിലുള്ള ഒന്ന് തുറന്നു പറഞ്ഞോന്ന് മാത്രം. എനിക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. വെള്ളൂരിന്ന് ഷേർലിയ പറഞ്ഞു. ഇതുപോലൊരു നല്ല ഒരു പയ്യനെ നശിപ്പിച്ച് കളയാൻ എന്തെല്ലാമായി പറയുന്നത്. നിങ്ങൾ ഒറ്റ മാത്രമേ ഉള്ളൂ നല്ലൊരു ന്യൂസ്. ഞങ്ങൾ നിങ്ങളുടെ ന്യൂസ് എപ്പോഴും കാണുന്ന ഒരു സ്ത്രീയാണ്. ഞാനൊരു 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഇത്രയും നല്ല ഞങ്ങളുടെ വീട് അടൂര് തുമ്പവൺ എന്ന സ്ഥലത്താണ്. ആ പയ്യനെ നല്ലൊരു അമ്മയുടെയും
അപ്പൻ്റെയും മകനാണ്. അവനെ ഇങ്ങനെ കാര്യമായിട്ട് കേൾക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. സുനിൽ എന്നാലും ഈ രാഹുലിനോട് ചെയ്യുന്നത് ഭയങ്കര കൊടുംചതിയായി പോയിട്ട് അവരൊക്കെ. സുനിലിന്റെ ആ ചാനലിൽ ഇന്നലെ ഞാൻ കേട്ടായിരുന്നു ഇന്നിന്റെ. പക്ഷെ സുനിൽ മാത്രം ഇങ്ങനെ രാഹുലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയതല്ലേ. അവൻ അതുപോലെ അവൻ അനുഭവിച്ചിട്ടുണ്ട്. എന്തോരം CPM-ന്റെ അടിയും മിടിയും ഒക്കെ കൊണ്ട് എല്ലാവർക്കും വേണ്ടി ലാസ്റ്റ് ഒരു ചെറിയൊരു കാരണത്തിന്. ഇതിപ്പോ ഏത് പെണ്ണാന്ന് പോലും അറിയാം. അവളൊക്കെ എന്താ പറയാ, ഞാനൊന്നും പറയുന്നില്ല. അല്ല, അതൊക്കെ എന്തിലും ആയിക്കോട്ടെ. പക്ഷെ ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന യുവമാരല്ലേ സത്യം പറഞ്ഞാല് ഇവനെ ഒരിക്കലും അങ്ങനെ പറയരുത്. ഇന്നലെ റഫീഖ് പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് സജഷൻ ചെയ്ത് ഒരിക്കലും തന്നയില്ല. അവന് കൂടെ നിൽക്കണ്ടേ. അവന് കൂടെ നിന്നിട്ട് സുനിൽ പറഞ്ഞിട്ട് പറയണം. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രേഖാമൂലം വരട്ടെ. ഇത്ര പെട്ടെന്ന് എടുത്തു ചാടി വലിയ സതീശൻ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും UDF-നെ കയറ്റാനായിട്ട്. അതിനുവേണ്ടി പിള്ളേരൊക്കെ രാഹുലും അവന്റെ കൂട്ടുകാരൻ ഇവരൊക്കെ ചേർന്നാണ് ഈ പ്രസ്ഥാനത്ത് ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. അത് എന്നിട്ട് ഈ രമേശ് ചെന്നിത്തലയൊക്കെ കൂടെ ചേർന്ന് അവർക്ക് ഇനിയും ഇത്രയൊക്കെ കിട്ടിയത് പോരെ. ആവശ്യത്തിന് ഇഷ്ടം പോലെ തിന്നും മുടിച്ചും ഒക്കെ ഇരിക്കണ കുറെ മുതുക്കന്മാരുണ്ട്. അവർക്കൊക്കെ ഇനി ഇരിക്കണമെന്നും പറഞ്ഞാണ് ഈ പിള്ളേരെ കിട്ടുന്ന ഇങ്ങനെ കാണിക്കുക. അവന്റെ ഭാവി തന്നെ നശിച്ചില്ലേ. ഏത് പെണ്ണായാലും എന്താ, അവർ ട്രാൻസ്ജെൻഡറെ കൊണ്ടുവന്ന് ഇവിടെ നാടുണ്ട് ഇവർക്ക്. ഈ ചെറുക്കിന്റെ സൂക്കേടായിട്ടാണ്. എന്തിനു സൂക്കേടായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പുറകെ പോന്ന് അവൻ പോയിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയ സുനിലേ. ഇന്നലെ ചാനലിൽ കൊണ്ടുവന്ന ഒരു പെണ്ണ് അവളെ എത്തിക്കൊണ്ട് എനിക്ക് അവളെ നേരിട്ട് കണ്ടെങ്കിൽ അവളുടെ മോന്തയ്ക്ക് ഇട്ട് അടിക്കണമെന്നുണ്ടായിരുന്നു. അവൾക്ക് എന്താ ഞാൻ കമന്റ് ഇട്ട്, എടി നിനക്ക് നാണുണ്ടോ? നീ ഒന്നുമല്ല 9 എന്ന് പറയാന് ആണും അല്ല പെണ്ണും അല്ലാത്തവളെ നീ എന്തറിഞ്ഞിട്ടാണ് നീ ഒരു ആണിനെ പറ്റി പറയുന്നത് ഞാൻ ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ടാക്കി ഞാനത് പ്രതീക്ഷിച്ചതാണ്. രാഹുലിനെ പറ്റി ഇങ്ങനെ ചെറിയ ഷാജൻസ്കറി അതുപോലെ തന്നെ ആളങ്ങനെ ഇരിക്കണെങ്കിൽ ഷാജൻ ഇടക്കിട്ട് കുത്തറുണ്ട് അവനിട്ട്. ഷാജൻ വലിയ ആളൊക്കെ ആയിട്ട് ഇപ്പൊ BJP-യുടെ പുറകെയാ. ഞാനിപ്പോ ഇന്നലെ രാത്രിയല്ല ഞങ്ങളെല്ലാരും TV കണ്ടോണ്ടിരിക്കും. വീട്ടിലെല്ലാവർക്കും വിഷമമുണ്ട് രാഹുലിനെ ഇങ്ങനെ. അപ്പൊ മോൻ വന്നപ്പോ പറയുമായിരുന്നു വഴിയിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇതൊക്കെ കേട്ടുന്നത്. അപ്പൊ വണ്ടിയൊക്കെ തടയലും അവിടെ ഇത് ചെയ്യലൊക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോഴേ ഇതാണ് സംഭവം. അപ്പൊ ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പയ്യനാർന്നവൻ രാഹുല് നല്ല മിടുക്കനല്ലേ. മിടുക്കെന്ന് പറഞ്ഞ കാണാൻ ഭംഗിയുണ്ടല്ലോ. അവന്റെ ആ ഒരു സംസാരവും കാര്യങ്ങളും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഈ CPM-ന്റെ നാറികൾക്ക് വല്ലതുണ്ടാ. ഈ പിണറായി നാറിനെ സ്വർണ്ണക്കടത്ത് ചെമ്പ് ബിരിയാണി ചെമ്പ് പിന്നെ എന്തൊക്കെയോ സരിത കേസൊക്കെ ഉണ്ടാക്കിയിട്ട് ഉമ്മൻചാണ്ടി കാണിച്ചിട്ട് ഇപ്പൊ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ ചിന്തിക്കാനുള്ള കഴിവ് സതീശനില്ലേ. സതീശൻ വലിയ ആളായിട്ട് എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട്. സതീശൻ നല്ല ആളാണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ അവൻ ചെയ്തു തെറ്റിത്തരായിപ്പോയി. സതീശൻ ചെയ്ത് ഭയങ്കര തെറ്റിത്തരായിപ്പോയി. ഒരു കാര്യം ആലോചിക്കാതെ വലിയ ആളായിട്ട് അവിടെ നിന്ന് ഞെളിഞ്ഞു നിന്ന് ഈ റിപ്പോർട്ട് ചാനലിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഇവർക്ക് യോഗ്യതയുണ്ട്. ഈ സതീശനൊക്കെ ഈ റിപ്പോർട്ടറൊക്കെ ആരാണ് വെറുതെ കണ്ടത്. സുജയ പാർവതിയൊക്കെ തുള്ളനാട്ടില്ലേ. അയ്യോ ഫോൺ സന്ദേശം കിട്ടി. എന്ത് സന്ദേശം? ഇത് ഏതവളാണ്? എവിടെ ഇരുന്നവളായാലും എന്താ കുഴപ്പം? എവിടെ ഇരുന്നവളാണെങ്കിലും അവൾ പെണ്ണാണെങ്കിൽ അവൾ നേരിട്ട് വന്ന് കോടതിയിൽ ഹാജരാവണം. അപ്പൊ കിട്ടും, കോടതിയിൽ നിന്ന് അപ്പൊ തന്നെ കിട്ടും. വേടന്റെ കാര്യം പറഞ്ഞാൽ അതിലും വലിയ കാര്യമായിരുന്നു. പക്ഷെ വേടന് പോലും കോടതി ഇത് കൊടുത്തില്ലേ. ഇത് സർവ്വസാധാരണ സുനിൽ. ഇതിപ്പോ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഞാൻ എന്താ പറയാ, നമ്മുടെ ഈ കോൺഗ്രസ് നേതാക്കളെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അത്ര വൃത്തിയായിട്ടവന്മാര്. അവർക്കൊക്കെ ഇവരൊക്കെ ഈ പിള്ളേര് കിടന്ന് കഷ്ടപ്പെട്ട് അവരുടെ പദവിയിലൊക്കെ എത്തിച്ചുകഴിയുമ്പോ അവരിട്ട് ആട്ടി ഓടിക്കുക. ഞാൻ പാലക്കാട് നിന്ന് ഷിബു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊന്ന് സംസാരിക്കാനാണ്. ഇത് വളരെ മോശമായ ഒരു മീഡിയ ഹൈപ്പാണ്. ഇപ്പം കേരളത്തിന്റെ DIG ഓഫ് പീഡനം റിപ്പോർട്ടറും മറ്റേ 24 ചാനലും ഒക്കെ ഏറ്റെടുത്തിരിക്കുകയല്ലേ. അല്ലാതെ ഒരു പോലീസ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെയാണ് ഈ സംഭവങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. 1 ലക്ഷത്തിൽ പരം വോട്ട് നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ രക്ഷിക്കാൻ സ്വന്തം പാർട്ടിക്കാർ പോലും ഇല്ലാത്തൊരവസ്ഥ വളരെ മോശമാണ്. പാർട്ടി മാത്രമല്ല, പാർട്ടി ചിലപ്പോൾ ഒരു ചൂണ്ടുപലകയായിരിക്കും. കുറച്ചു മുമ്പ് ഒരു ലേഡീസ് പാലക്കാട് നിന്ന് സംസാരിക്കുന്നത് കേട്ടു. ഞാനും പാലക്കാട്ടുകാരനാണ്. അതായത് ഈ നേതാക്കന്മാരുടെ കയ്യിൽ 3-4 ഫോൺ കാണും. ഇതൊന്നും ഒരു ചെവി വെച്ച് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു വാ കൊണ്ട് പറയാനുള്ളതല്ല. കൂടെയുള്ള ശിങ്കിടികളുടെ കയ്യിലായിരിക്കും ഈ ഫോണൊക്കെ. ഇതിൽ കൂടെ സംഭവിച്ചെന്തെങ്കിലും തെറ്റായിരിക്കാം എന്ന് വിശ്വസിക്കാനാണ്
പുതിയ തലമുറയിൽപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കിഷ്ടം. വളരെ ശക്തനും അതുപോലെ തന്നെ മിടുക്കനായ ഒരു നേതാവാണ്. വളർന്നു വരാൻ സമ്മതിക്കാത്തല്ല കാര്യം. എല്ലാവർക്കും ഒരു കണ്ണിലേക്ക് അരടെന്ന് തന്നെ പറയാം. പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ചും അകത്തുള്ള കുറച്ച് പേർക്ക് അതിനേക്കാളൊന്നും പറയാം അല്ലേ. ഏതായാലും പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മാത്രമേ പറയുന്നത് കേൾക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും കളം വിട്ട് ഓടി. അത് പൊളിറ്റിക്സിൽ എല്ലായിടത്തും ഉള്ള എല്ലാ പാർട്ടിയിലും ഉള്ളത് തന്നെയാണ്. ഇതിന്റെ ഉള്ളിലുള്ള അന്തർനാടകങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കാണേണ്ടത് നമ്മുടെ മുന്നിൽ ഇവരെങ്ങനെ വരുന്നു എന്നുള്ളതല്ലേ. ഒരു നേതാവെന്ന നിലയ്ക്ക് സമകാലീന പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു, പ്രതികരണം എന്താണ്, ആത്മാർത്ഥത അറ്റ്ലീസ്റ്റ് പ്രവൃത്തിയിലും മുഖത്തും എന്താ പറയുക പ്രസംഗത്തിലും കാണിക്കുന്നു അല്ലെ. ഇതൊക്കെയല്ലേ ഒരു സാധാരണ ജനത്തിന്റെ ആവശ്യം. പിന്നെ കുറെ PR വർക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഡെയിലി പരസ്യം കൊടുത്തിട്ട് ഞാനത് ഉദ്ഘാടനം ചെയ്തു, അതിലല്ലല്ലോ കാര്യം. ഇപ്പം ഷാഫിയെ പോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നൊരു നേതാവായിരുന്നു പുള്ളി. ഇവിടുത്തുകാരനല്ലായിട്ട് പോലും, ഞങ്ങൾ പാലക്കാട്ടുകാർ പറയുന്നത് ഇവിടുത്തുകാരനല്ലാതായിട്ട് പോലും ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നൊരു നേതാവാണ്. അത് വന്നുകൊണ്ടിരിക്കുന്നതുമാണ്. പ്രസൻസ് എപ്പോഴും ഫെൽറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് അടൂരിന്ന് അമ്മയും കൂട്ടിയാണ് ഇവിടെ നിന്ന് താമസിച്ചെന്നുള്ളത് എനിക്കറിയാം. വീട് വാടകയ്ക്കെടുത്ത് ഇമാതിരി ഒരു ഇമ്മോറൽ ക്യാരക്ടർ നടത്തുന്ന ഒരു വ്യക്തി അങ്ങനെ താമസിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത്, ഇയാൾക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞ കൂടെ വന്നവര് അമിതമായി വിശ്വസിച്ചു. ഈ പറഞ്ഞ പോലെ ആ മറ്റൊരു മാഡം പറഞ്ഞല്ലോ, കോൺഗ്രസിലെ മുൻ പ്രവർത്തിച്ച ഒരു വ്യക്തി പറഞ്ഞ പോലെ ഈ ഫോൺ കൊടുത്ത പാർട്ടികളുടെ എന്താ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാതായിരിക്കും കൊടുത്തത് ഇലക്ഷന്റെ സമയത്തോ മറ്റു സമയത്ത്. അപ്പൊ ഇതിനകത്ത് കുറെ ചാറ്റ് ജനറേറ്റ് ചെയ്താൽ പോരെ. പുള്ളി പക്വതയോടുകൂടെ ഒന്നും ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്, പ്രതികരിക്കാതിരിക്കാൻ നല്ല. പക്ഷെ പുള്ളിയുടെയൊക്കെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുന്നത് അത് പ്രായത്തിന്റെ പ്രതികരിക്കാതെ പിൻവലിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. പുള്ളി മുന്നിൽ തന്നെ നിന്ന് പ്രതികരിക്കണം. ചോദ്യശരങ്ങളോട് അദ്ദേഹം മറുപടി പറയണം. അദ്ദേഹം പ്രതികരിക്കുക തന്നെ വേണം. മൗനമല്ല ഇവിടെ വേണ്ടുന്നത്. അത് മൗനം പാലിച്ചു കഴിഞ്ഞാൽ ആ മൗനത്തിനെ പല രീതിയിലും തെറ്റായി ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യും. അന്നേരം ഈ അവസരത്തിൽ മൗനമല്ല വേണ്ടത്, ശബ്ദിക്കുക തന്നെയാണ് വേണ്ടത്. ഇതിൽ വേറൊരു കാര്യമുണ്ട്. സാറിന്റെ ചാനൽ പോലെ അല്ലല്ലോ, മറ്റു ചാനലുകൾ മൈക്ക് വായിക്കാത്തോട്ട് കുത്തി കയറ്റിക്കോട്ടും ഇങ്ങനെ പല രീതിയിലും, അതായത് ഓരോന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്നത് മാത്രം പറയിപ്പിക്കാന്നുള്ളതാണല്ലോ അവര് ചോദിക്കുന്ന, അവര് ഫ്രെയിം ചെയ്യുന്ന സാധനങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യിപ്പിക്കാന്നുള്ളതാണല്ലോ. അറിയാതെ ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ അതെടുത്തിട്ട് അലക്കാൻ തുടങ്ങും. കാരണം ചില ചാനൽ ചില മുട്ടകളും കുണ്ടന്മാരും കിടന്ന് ചാടിക്കളിക്കുന്ന കാണുന്നുണ്ടല്ലോ. 2 ദിവസത്തെ തീറ്റ 3 ദിവസത്തെ തീറ്റ അത് ഒരാഴ്ചത്തെ തീറ്റയായിട്ട് മാറ്റിയായിരുന്നു. ഈ തീറ്റയാണല്ലോ മെയിൻ. അല്ല, പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. യുവത്വത്തെ നശിപ്പിക്കുന്നത് വളരെ മോശമാണ്. അതായത് ഷാഫി പറമ്പിൽ ഇവിടുന്ന് പോയപ്പോൾ പകരം ഇവിടെ നിർത്താൻ മുതിർന്ന നേതാക്കന്മാരെയായിരുന്നു ഇവർ ആദ്യം സജസ്റ്റ് ചെയ്തത്. അന്ന് ഈ നിവൃത്തിയില്ലാതെ ഷാഫി പറഞ്ഞ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേർക്ക് അംഗീകരിക്കേണ്ടി വന്നത്. അന്ന് മുതൽ തുടങ്ങുന്നു ഇയാളെ ഇവിടുത്തുകാരനല്ല, പുകച്ച് പുറത്ത് ചാടിക്കണം എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും. അപ്പൊ അത് ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഒരു മീറ്റിങ്ങിന് പോകുമ്പോഴും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിലെ വിഷമങ്ങൾ പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ പുതിയ പിള്ളേരൊക്കെ ഏതായാലും ഷാഫിയോടുള്ള അതേപോലെ തന്നെ ഇങ്ങേർക്കും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ള ആ ഒരു പ്ലസ് പോയിന്റ്. എന്ത് തോന്നുന്നു, ഇത് രാഹുൽ മടങ്ങി വരുമോ? വരണമെന്നാണ് ആഗ്രഹം. അതുപോലുള്ള യുവത്വം എല്ലാ പാർട്ടിയിലും തലയ്ക്ക് ഒഴിവുള്ള, അതായത് ഒരു മൈക്കിന്റെ മുമ്പിൽ സത്യവും അതുപോലെ തന്നെ വ്യക്തവുമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ വേണം. അത് മറ്റു പാർട്ടികളിൽ എത്ര ഉണ്ട് ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ. അപ്പൊ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളാണ് ഭാവി നമ്മുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കേണ്ടത്. അതിന് ഇതുമാതിരി ചീള് കേസുകൾ വലിച്ചിറക്കിക്കൊണ്ട്, അതായത് ഊരും പേരും പറയാൻ അറിയാത്ത കുറെ വ്യക്തികൾ സ്ത്രീജനങ്ങളായിപ്പോയി. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് വെച്ച് എന്തോ മൊറാലിറ്റിയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. വല്ല ഉണ്ടോ ഇതിനകത്ത്? DIG ഓഫ് പോലീസ്, DIG ഓഫ് പീഡനം എന്ന് പറയുന്നത് 1-2 ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവരല്ലേ? അവരോടാണ് ഇവർ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പറയുന്ന വാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ പേഴ്സണൽ ലൈഫ് ഇതൊക്കെ തന്നെയാണ്. പൊതുസ്ഥലത്ത് വർക്ക് ചെയ്യുന്നവര് പലരും മറച്ചൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇത് കൊടുക്കാൻ വേണ്ടി ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും പുള്ളിയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന താങ്കൾക്ക് എല്ലാവിധ ആശംസകളും. പുള്ളി തിരിച്ചു വരും. ഞാൻ ബഹ്റിനാ വിളിക്കുന്നത്. നിങ്ങളുടെ വാർത്ത ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. നിങ്ങൾ രാഹുലിന്റെ ആ നിരവധിത്വം തെളിയിക്കണം എത്രയും പെട്ടെന്ന്. നിങ്ങൾ വാർത്തയിൽ കൂടെ വന്ന് നിങ്ങളുടെ ചാനലിൽ കൂടെ ജനങ്ങൾ അറിയട്ടെ. ഞാനാണോ നിരപരാധിത്വം തെളിയിക്കേണ്ടത്? അത് രാഹുൽ തന്നെയല്ലേ? രാഹുലല്ലേ രാഹുലിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്? നമുക്ക് അതിനുള്ള അവസരം ഒരുക്കാവുന്നത് മാത്രം. നിങ്ങളുടെ ചാനൽ അന്വേഷിക്കണം. അന്വേഷണത്തിലൂടെ കണ്ടെത്തി രാഹുൽ നിരപരാധിയാണെന്ന് തെളിയിക്കണം. രാഹുലിനെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? രാഹുൽ നല്ലൊരു ചെറുപ്പക്കാരനായ നേതാവാണ്. എല്ലാ കോൺഗ്രസിന്റെ ഒരു ഇമേജ് ഉണ്ടായിക്കൊണ്ട് വരുന്നതായിരുന്നു രാഹുല്. നല്ല പ്രാസംഗികനാണ്. സമരമുഖത്തും അല്ലാത്തടത്തും നമ്മൾ പണ്ട് പറയത്തില്ല, ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ സന്നദ്ധമായ ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിലില്ല.
ആ നേതാവാണ് രാഹുൽ, ഷാഫി, ഇവരൊക്കെയാണ് മുൻനിര വരേണ്ടത്. കളവന്മാരെ പിടിച്ച് പുറകോട്ട് ഇറക്കിയിട്ട് ഇവരെയൊക്കെ മുന്നിലോട്ട് എത്തിയാൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും. ഇവിടെ ആരെങ്കിലും അല്പം മിടുക്കന്മാരോ അല്പം പ്രാപ്തിയുള്ളവരോ ഒക്കെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയും താഴ്ത്തിക്കൊണ്ടുവരുന്ന ഒരു നിലപാടാണ് രാഷ്ട്രീയ രംഗത്തും കുറെ സ്ത്രീകൾ ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. എന്നാൽ ഇതിനകത്ത് വല്ല സത്യമുണ്ടോ ഇല്ലയോ എന്ന് കേൾക്കുന്നവരും കുറച്ച് ഭാഗം അത് ചിന്തിക്കത്തില്ല. അതിനു മുൻപ് ചാടി ഇറങ്ങി എങ്ങനെയും ഇവനെ അങ്ങ് ഒതുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വരും. അപ്പൊ ആ കാര്യത്തിനോടൊന്നും എനിക്ക് യോജിപ്പുള്ള കൂട്ടത്തിലല്ല. മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കുട്ടത്തിൽ. പണ്ട് നായനാരെ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് ഈ വ്യഭിചാരത്തെ പറ്റിയും മറ്റും പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ എന്തുവാ, സ്ത്രീകളുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങ് നേതാവായിരിക്കട്ടെ മന്ത്രി ആയിരിക്കട്ടെ ഇവർക്ക് ഏതെങ്കിലും നെഞ്ചത്ത് വെച്ച് കൈവച്ച് പറയാൻ ധൈര്യമുണ്ടോ? അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ഇന്നത്തെ ഈ മാഫിയ എന്ന് പറയുന്നത് പോലെ ഇതിനും ഒരു മാഫിയ ഉണ്ടെന്ന് ഞാൻ കരുതുന്ന കാര്യം. കോടികൾ ചോദിക്കുക, എന്നിട്ട് കിട്ടുകയാണെങ്കിൽ അതിന്റെ കമ്മീഷൻ ഇവിടെ അടിച്ചു മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് ഞാനങ്ങ് കരുതുകയാണ്. ഇതിൽ സങ്കടം തോന്നുന്നു. അതായത് ഈ കാര്യത്തിൽ ഈ മിമിക്രിയൊക്കെ ആരുടെ വാക്കുകളും അനുകരിക്കാനെ കൊണ്ട് കഴിവുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പച്ചയായിട്ട് ആ സ്ത്രീ പറയുന്നത് നോക്കെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണോ എന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? റെക്കോർഡ് ചെയ്ത് അത് വിട്ടിരിക്കുന്നതൊക്കെ. ഈ സ്ത്രീകളെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ കാലത്ത് വളരെ ചുമ്മാ നടക്കുന്നവനെ പിടിച്ച് പോക്സോ കേസിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നമുക്ക് പല ഉദാഹരണങ്ങൾ പറയാൻ കാണും, ഒരുപാട് ഉദാഹരണങ്ങൾ. സിനിമാ നടി, ഈ സിനിമാ നടി ഇവളുമാരെ ഒന്നും പിന്നെ വീട്ടിലെ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തിയ പെണ്ണുങ്ങളൊന്നും അല്ല. ആങ്ങളമാർക്കോ ഭർത്താക്കന്മാർക്കോ മാതാപിതാക്കൾക്കോ കീഴടങ്ങാതെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് ഇവരെ ആരെയെങ്കിലും കയ്യിലെടുത്ത് ഇവരെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പൊ ഇവനൊരു ചെറുപ്പക്കാരനല്ലയോ, തന്നെ ഒരു വേടനുണ്ട്. ഒരു വേടൻ എന്ന് പറഞ്ഞ ഒരുത്തന് സ്റ്റേജുകളിൽ കയറി ഒരു ഡോക്ടർ, ഇവക്കൊക്കെ നാണമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ഡോക്ടർ MBBS ഡിഗ്രി ഉള്ള ഒരു സ്ത്രീയെ വർഷങ്ങൾക്ക് ശേഷം അവന് നേരെ ആരോപണം ഉന്നയിക്കുന്ന ഇതിന് പിന്നിൽ ആരാ? ഇവരെയൊക്കെ പിടിച്ച് അകത്താക്കണം. ഞാൻ പറഞ്ഞിട്ട് ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശം ഇന്ത്യയിൽ നമ്മൾ ആവശ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. പുരുഷന്മാരൊന്നുമല്ല, സ്ത്രീകളാണ് ഇപ്പോൾ ഇവിടെ എന്തും ചെയ്യാവുന്ന കാര്യത്തിൽ എന്തും അവർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുക. നമുക്ക് ഒരുപാട് ഉദാഹരണം. ഈയിടെ തന്നെ സുപ്രീം കോടതിയിൽ ഒരു കെട്ടിയിട്ട് ഒഴിഞ്ഞു പോയെന്ന് അവന് 12 കോടി രൂപ നഷ്ടപരിഹാരവും ബോംബെയിൽ ഒരു ഫ്ലാറ്റുമാണ് ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതി എന്താ പറയുന്നത്, നിങ്ങൾക്ക് പോയി വല്ല പണിയും ചെയ്ത് ജീവിക്കല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതികളിലാണ് ഇപ്പൊ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നി ഭരണപക്ഷത്ത് ആൾക്കാർക്കെങ്കിലും പങ്കുണ്ടോ ഇല്ലേ നമുക്ക് അറിയത്തില്ല, എങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോവുക. രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരു കാരണവശാലും പാലക്കാട് MLA സ്ഥാനം രാജിവെക്കാൻ പാടില്ല. ഏതോ ഒരു തമിഴ് പടത്തിൽ ശിവാജിയാന്ന് തോന്നി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അത്തനെ പേരും ഉത്തമറാന സൊല്ലുങ്കൽ ഉങ്കൾ ആശൈ നെഞ്ചൈ തൊട്ടുപാട്ട് സൊല്ലുങ്കൽ. ഇങ്ങനെയുള്ള ഒരു രീതി ഇവന്മാർ നെഞ്ചിൽ കൈവച്ച് വരുമെന്ന് പറയട്ടെ. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ പോയിട്ടില്ലെന്ന് ഈ വിമർശിക്കുന്ന ഒരുത്തിനെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ കാലം അതാണ്. എന്നിട്ട് മാറി നിന്നുകൊണ്ട് തന്റെ തെറ്റുകളെ മറച്ചു വെച്ചിട്ട് അന്യന്റെ തെറ്റാണോ ശരിയാണോ ഇല്ലയോ എന്ന് ഇപ്പൊ പിന്നെ ഗോവിന്ദൻ തന്നെ പറയുന്നത് കേട്ടു, അവൻ രാജിവെക്കണം. അതാ നാട്ടുകാരുടെ ഒരു അഭിപ്രായം വന്നേടാ. എന്നാ പിന്നെ മുകേഷിനെ എന്താ അവർ രാജിവെപ്പിക്കാൻ? കോവളം ഒരു MLA ഉണ്ടായിരുന്നല്ലോ, M.V. വിൻസെന്റ്. ഒന്നും പറയണ്ട, പാവപ്പെട്ട ഉമ്മൻചാണ്ടി അവരെ വിട്ടോ ഇവര് വെറുതെ. ഒടുവിൽ CBI തന്നെ വന്ന് അത് പിന്നെ സ്ക്വാഷ് ചെയ്യുവാനുള്ള കാര്യം പുള്ളിക്ക് പാവം പിടിച്ചതാണെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പല MLA മാർ കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരത്ത് ഒരു MLA, പിന്നെ ഇവിടെ നമ്മുടെ ഈ വടക്കൻ കേരളത്തിൽ ഒരു MLA പേര് ഞാൻ മറന്നുപോയി. ആ പുള്ളിക്കാരനെ അയാളും കോടതിയിൽ പോയി
നിരപരാധിയാണെന്ന് തെളിയിച്ചു. ഈ പെണ്ണുങ്ങൾക്ക് യാതൊരു പണിയും ഇല്ലെങ്കിൽ ഇവളുമാര് തൊഴിലുറപ്പിന് പോകട്ടെ. തൊഴിലുറപ്പിന് പോയാൽ അവിടെ ഇത് തന്നെ ഗതി. ഞാനങ്ങ് പറയുകയാണ്, സ്ത്രീകൾ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലെ കൊണ്ട് മാനാഭിമാനമുള്ള ആണുങ്ങൾക്ക് വെളിയിലിറങ്ങി പൊതുപ്രവർത്തനം ചെയ്യാനോ പ്രവർത്തിക്കാനോ ഉള്ള അല്ലെങ്കിൽ ഒരു മനസാന്നിധ്യം നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെ ആക്കി തീർക്കുക. ഇതല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്? ഇവരെ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ പോരെ. മാങ്കൂട്ടിലൊരു ചെറുപ്പക്കാരനില്ല, എന്തായാലും അവൻ പോയി ചുമ്മാ പോയിട്ട് വന്ന് കാണുന്നില്ല, ഇവളുമാർ കാശി പിടുങ്ങി കാണുവാൻ ചെയ്യുന്നത്. എന്നാൽ അതെങ്കിലും ഓർക്കണ്ടേ. അത് തന്നെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ 10-15 പേരാണ് ആരോപണവുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പൊ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ആർക്കും പോലീസിൽ പരാതി കൊടുക്കുകയും വേണ്ട, അതേ പലർക്കും മുഖം പോലും കാണിക്കണ്ട. കോടതി പോയാലും കൊണ്ട് ഇതൊക്കെ തള്ളിക്കളയേ ഉള്ളൂ. പെണ്ണ് പിടിച്ചു, എന്നെ പിടിച്ചു, അവളെ പിടിച്ചു, ഇവളെ പിടിച്ചു, എന്നെ അന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നെ ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തോ അറിയത്തില്ല, നമ്മുടെ ബാസ്കറ്റ് ഹോട്ടലിലും കണ്ടുപോയി ആഹാരം കഴിച്ച കാര്യങ്ങളൊക്കെ അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. അവിടെ ലിസ്റ്റിൻ്റെ മറ്റു കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഞാൻ നോക്കിയിട്ട് നടന്മാരിലെ ചുരുക്കം പേര്, മമ്മൂട്ടിക്ക് യാതൊരു വിധമായ ഇതുമില്ല. പിന്നെ കുറച്ച് പേർക്ക് നമ്മുടെ ബാക്കിയുള്ളവരുടെ എല്ലാം പേരിൽ ആരോപണം ഉന്നയിച്ചു. കുറച്ചൊക്കെ ആരോപണം ഉന്നയിച്ചവർ പിന്നെ പുറകെ പോകാൻ നിൽക്കാതെ പിന്മാറി കളഞ്ഞു പെണ്ണുങ്ങൾ. പിള്ളേർക്കൊക്കെ എന്തോ പണി? നമ്മൾ ഈ ഗൂഗിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊണ്ട് സിനിമാ നടിമാരും ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ തന്നെയാണ് വന്ന് ഈ ആരോപണം അങ്ങനെ ഇറങ്ങി തിരിച്ച പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കാൻ ധൈര്യം വരൂ. കുടുംബിനികളായിട്ടുള്ള കുലീനത്വമുള്ള സ്ത്രീകൾക്ക് ഇതൊന്നിച്ച് പോലും പറ്റുക ആളെ അപമാനിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതില്ല, കുലീനത്വം ഇല്ല. സ്ത്രീയാ അല്ലെ പെണ്ണാന്നും പറഞ്ഞ് ഇങ്ങനെ നടന്ന് ഇത് തന്നെ ഒരുമാതിരി കടകെട്ട പണിയാണ്. നമ്മുടെ സമൂഹത്തിന് വളരെ ഈ തമിഴ്നാട്ടിലൊന്നും ഇങ്ങനെയുള്ള ഒരു വലിയ പരിപാടികളൊന്നും കേൾക്കാനൊന്നുമില്ല. അല്ലെ മറ്റു സംസ്ഥാനങ്ങളിലും അങ്ങനെയില്ല. വളരെ ചുരുക്കം കേസ് കെട്ടുകളെ വരുന്നുള്ളൂ. ഇത് ഇവിടെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന്ന് പെണ്ണ് കേസാണ് പിന്നെ വരുന്നത്. സരിത എന്ന് പറഞ്ഞ ഒരുത്തി അവർക്ക് പേര് ഭാരകലോകമാണ്. ഇവിടെയൊക്കെ പാവപ്പെട്ട എത്രയോ ആൾക്കാരെ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കൾ KC വേണുഗോപാൽ അടക്കമുള്ളവരെ, പിന്നെ ഒരു എറണാകുളം MP ഉണ്ടല്ലോ, അവന് വേറെ ഒരുപാട് പേരുണ്ട്. ഇങ്ങനൊക്കെ എന്താ ഇത്? മനുഷ്യർക്ക് ഇറങ്ങി നടന്ന് അവരുടെ പൊതുപ്രവർത്തനം നടന്നത് ഇവിടെ എനിക്ക് പലരെ അറിയാം. ഞങ്ങളുടെ നാട്ടില് പിന്നെ പൊന്നു സഹോദര എത്രയോ പെണ്ണുങ്ങളുടെ പോകുന്ന വാർഡ് മെമ്പർമാർ ഇവരൊക്കെ ഉണ്ട്. നമ്മൾ എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? അറിയാവുന്ന പെണ്ണുങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അവരാരും പുറത്ത് പറയത്തില്ല. ഇത്രയേ ഉള്ളു കാര്യങ്ങൾ. ഇങ്ങനൊക്കെ ആരോപണം ഉന്നയിച്ചു തുടങ്ങിയ ഒരു വ്യക്തി പോലും പിന്നെ ഇതിൽ നിന്ന് ഒഴിവാകാനൊക്കത്തില്ല. അതാ നായനാർ പണ്ടേ പറഞ്ഞില്ല, അയാൾക്ക് ദീർഘവീക്ഷണമുണ്ടെന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരൻ പറഞ്ഞു പെണ്ണുള്ള ഇതൊക്കെ നടക്കുമെന്ന്. ഹോട്ടൽ കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഒരു പാവം പിടിച്ചവൻ എങ്ങനെയും ഒരു നേതൃസ്ഥാനത്ത് വന്നു. അവന്റെ കഴിവ് നല്ല പിന്നെ സംസാര ശേഷിയുള്ള അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ രാഹുൽ. ഞാൻ ആ പുള്ളിയെ കണ്ടിട്ടില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയകളിലും മറ്റും വാർത്താ ചാനലുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അടൂരുകാരനാണെന്ന് പറയുമെന്ന് തോന്നുന്നു. നമ്മളൊരാളെ വിലയിരുത്തുമല്ലോ. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ സതീശന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഏത് വലിയവനായാലും ഈ പുള്ളിക്കാരന് മോശമൊന്നുമല്ല. ഈ പുള്ളിക്കാരൻ്റെ പേരിലുണ്ട് നേരത്തെ ആരോപണങ്ങളൊക്കെ. എന്നാൽ അത് ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ ഒരു നേതാവാണ്. അല്ലെങ്കിൽ വരട്ടെ, വിചാരണ വരട്ടെ, നമുക്ക് നോക്കാം എന്നുള്ള ഒരു അഭിപ്രായമെല്ലാം ആ മനുഷ്യന്റെ വായിൽ നിന്നും വന്നത്. ഇതൊക്കെയാണോ രാഷ്ട്രീയം? ഇതപ്പോൾ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിലുണ്ട്. എനിക്ക് അനുഭവമുള്ള ആത്മീയമായിട്ട് ഏതെങ്കിലും ഒരുത്തിന് ഉയർന്നു വന്നാൽ അവനെ ചവിട്ടിലാക്കുക എന്നുള്ളത് അവിടെ തന്നെ ഉള്ള ചില കക്ഷികളുടെ ഒരു പരിപാടിയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ഇതും. നീ ഉയരണ്ട. ഇനി ഇതിന്റെ പിന്നിൽ കോൺഗ്രസ്, ഉമ്മൻചാണ്ടിക്കെതിരെ നിന്നതിനും കോൺഗ്രസ്സുകാരുണ്ട് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു. ഇനി ഇതിലും അതുപോലെ ആണോ ദൈവത്തിന് അറിയാം. ഇപ്പൊ BJP വന്ന സന്ദീപ് വാര്യരുണ്ട്, വളരെ മെച്ചമാണ്. ഞാൻ നോക്കിയിട്ട് എന്നെ കണ്ടുകൊണ്ട് നോക്കുന്നത്. ഇവനും നാളെ എന്തെങ്കിലും സംഭവിച്ചു കൂടാതെയില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഞങ്ങളെ 9746114444 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.